സമയം ഇപ്പോൾ രാവിലെ 5:30 കഴിഞ്ഞുള്ളൂ. സൂര്യനൊക്കെ പതുക്കെ ഉദിച്ചു വരുന്നുണ്ട്. അമ്മയും അച്ഛൻ നല്ല ഉറക്കം. നമ്മളിപ്പം NH16 ചെന്നൈ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പം അരുണാചലിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ആന്ധ്രയിലാണ്. ആന്ധ്രയിലെ നെല്ലൂരിനടുത്താണുള്ളത്. അപ്പോൾ രാത്രി ഞാനായിരുന്നു വണ്ടി ഓടിച്ചത്. ഇപ്പോൾ രാവിലെ 7:30 അപ്പോൾ ഇവിടെ പമ്പിൻ്റെ അടുത്തുകൊണ്ടൊന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് നിർത്തിയതാണ്. ഇനിയിപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡേ ഡ്യൂട്ടിയുടെ ആൾ വരുന്നുണ്ട്, പകലത്തെ ഡ്യൂട്ടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമുക്ക് പോവാം ഇനി. മുത്തേ ട്രാവലോൻ്റെ അരുണാചൽ പ്രദേശിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, രാവിലെ എണീക്കേണ്ടതായിരുന്നു. അതിങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഞങ്ങളല്ലേ ഇരുന്നത്, പിന്നെ ഇങ്ങനെ രാവിലെ എണീക്കുന്നത്. നൈറ്റ് ഞാനല്ലേ ഓടിച്ച വെളുപ്പിന്, ഒരു 5:30 സമയത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എണീക്കേണ്ടതായിരുന്നു. നമ്മുടെ ഈ ട്രിപ്പിൽ ഏറ്റവും ഭംഗിയുള്ള സൂര്യോദയം ഇന്നത്തെ. ആഹാ, അത് കൊള്ളാം. നഷ്ടമായി പോയല്ലോ എന്നാ. അങ്ങോട്ട് പോയപ്പോ ഫുള്ള് മഴ ആയതുകൊണ്ട് സൂര്യോദയം ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ ആന്ധ്രയിൽ കയറിയപ്പോ ഇന്നലെ സൂര്യോദയം ഉണ്ടായിരുന്നു, ഇന്നും സൂര്യോദയം ഉണ്ടായിരുന്നു. ഇന്നത്തെ സൂര്യോദയം നല്ല ഭംഗിയാണ്. ആദ്യം നല്ല ചുവപ്പ് കളറിൽ ഇങ്ങനെ വന്നൊരു യെല്ലോ ഓറഞ്ച് കളറിൽ, അത് കഴിഞ്ഞ് അത് കളറ് മാറി, പിന്നെ പിങ്ക് ഷെയ്ഡായി, പിന്നെ ചെറിയ മഴക്കാറ് വന്നപ്പോഴത്തേക്ക് അതിങ്ങനെ സ്പാറ്ററായി ചെറിയ രീതിക്ക് വയലറ്റ് ഷെയ്ഡായി. അങ്ങനെ നല്ല ഭംഗിയാണ്. കൊള്ളാം. അതെ, അതുണ്ടോ 2 ട്രെയിൻ ഒരേപോലെ, ഗുഡ്സും പാസഞ്ചറും. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. നമ്മളെ സൂര്യന്റെ നാട്ടിൽ ചെന്നിട്ട് സൂര്യനെ തൊട്ട് കണ്ടുപോയില്ല, കാണാനും പറ്റിയില്ല. മൊത്തം മഴയായിരുന്നു. വളരെ പ്രതീക്ഷയോടെ കൂടി പോയതായിരുന്നു. അതെ അതെ. എങ്കിൽ ആന്ധ്രയിൽ മാത്രമേ ഉള്ളായിരുന്നു തോന്നില്ലേ അത്രയും മഴ. അത് ഈ പിന്നെ വിജയവാഡയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ കൂടി ഇങ്ങോട്ടുണ്ടായിരുന്നു, കഴിഞ്ഞില്ലായിരുന്നു. ഓ, ഇന്നലെ കൃഷ്ണനദിയിലെ വെള്ളം എന്നാ വെള്ളമായിരുന്നു. അയ്യോ, അതെ, മുത്ത് കണ്ടില്ലല്ലോ. അതെ, ഓ, നിറഞ്ഞു കിടക്കുമായിരുന്നു. ഞാനേ കൃഷ്ണാനല്ലേ, ആ രാത്രി അന്ന് തന്നെ വണ്ടി ഓടിച്ചു വന്നപ്പോ ഫറാക്ക ബാരേജിലെ വെള്ളം കണ്ട് ഞാനൊന്ന് പേടിച്ചു. അവിടെ നല്ല വെള്ളമായിരുന്നു, ഭയങ്കര വെള്ളം, കടല് കിടക്കുന്ന പോലെ കിടന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ, അതും ബ്ലോക്കും പാലത്തേല്, പാലം മൊത്തം. ഇങ്ങനെ ആലോചിച്ചു, ഇത്രയും വണ്ടി ഇവിടെ നിൽക്കുന്നു, ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അതുമല്ല, പാലം മൊത്തം പൊളിഞ്ഞും കിടക്കുക. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പേടി. പെട്ടെന്ന് പോവാണെങ്കിൽ കുഴപ്പമില്ല, ഇത് പൊളിഞ്ഞോണ്ട് നമ്മള് പതുക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. രാവിലെ വിശക്കുന്നു. അതെ, ആ ഗുഡ്സ് ഇവിടെ വന്നുള്ളൂ, ഗുഡ്സ് ട്രെയിൻ. അപ്പൊ ഇത് ഓട്ടോക്ക് ചെയ്യാൻ വേണേ കേട്ടോ. എപ്പോ ഓട്ടോക്കാണ് ഇത്? 1/2 കിലോമീറ്റർ വെച്ച. 1/2 കിലോമീറ്റർ ഒന്നും അല്ല, 1 കിലോമീറ്റർ മുകളിൽ കാണും ഓട്ടോക്ക്. ശരി, 1/2 കിലോമീറ്റർ ഒന്നും അല്ലല്ല, ഗുഡ്സ് ട്രെയിനൊക്കെ ഓട്ടോയ്ക്കാൻ പറ്റുള്ളേ. രാവിലെ പറമ്പിൽ പോവാൻ തോന്നും. ട്രാക്ടറിൽ എത്ര പേരാന്ന് നോക്കിയേ. വടയും ദോശയൊക്കെ കഴിച്ചിട്ട് എത്ര ദിവസമായല്ലേ, മിസ് ചെയ്യുന്നു. അവിടെ നല്ലൊരു കട കണ്ടു, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് പോയി ഒന്ന് നോക്കാം. പുള്ളി അപ്പൊ ഓട്ടത്തിൽ കണ്ടില്ലേ? ഞാൻ കണ്ടായിരുന്നു, അടിച്ചായിരുന്നു അന്നേരം. മൊത്തം കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത പോലെ തന്നെ ഇതൊരു ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഞാനൊരു ഉപ്പുമാവ് പറഞ്ഞു, ഉപ്പുമാവ് ഒരു വടയും. മിക്കവാറും ഉപ്പുമാവ് ഒരെണ്ണോടെ മേടിക്കേണ്ടി വരും അല്ലേ മുത്തേ? ശരിയാ. ഉപ്പുമാവ് അങ്ങനെയുണ്ട്? നല്ല ഉപ്പുമാവാ. ഞങ്ങൾക്കത് കണ്ടപ്പോൾ തോന്നി, അതാ ഞങ്ങൾ പറഞ്ഞു ഒരെണ്ണോടെ വേണ്ടി വരുമെന്ന്. ഞാനൊരു ടൊമാറ്റോ ഒനിയൻ ഊത്തപ്പം പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് എൻ്റെ ഊത്തപ്പം എത്തിയത്. നല്ല ചൂടായി, ഇനി ഊതി കഴിക്കണമെന്ന് തോന്നി. നല്ല എരിവായിരുന്നു ചട്നിക്ക് കേട്ടോ, വടയുടെ കൂടെ കഴിച്ച ചട്നിക്ക്. അതെ, ചെന്നൈക്ക് 144 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇന്നലെ മഴ പെയ്തപ്പോൾ എന്തൊരു തണുപ്പായിരുന്നു. ഇപ്പം തണുപ്പും പോയി. ഓ, ഇന്നലെ വൈകിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. ചേട്ടായിക്കായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു. മഴയും തണുപ്പൊക്കെ പോയി. ഇങ്ങനെ വണ്ടി ഇനി പറക്കണം കേട്ടോ. പറക്കട്ടെ, പറക്കും. നമ്മൾ ശരിക്കും സാധാരണ നമ്മൾ തിരുപ്പതി പോയി, വെല്ലൂർ പോയി, സേലം വഴി നേരെ കോയമ്പത്തൂർ വഴിയാണ് നാട്ടിലേക്ക് പോകുന്നത്. ഈ ട്രിപ്പ് നമ്മൾ ഇതുവഴി വന്നേ, ചെന്നൈ വഴി പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ലോഡ് ഇറക്കേണ്ട എരുമേലി അല്ലേ, എരുമേലിക്ക് അപ്പുറയാണ്, കുറുവാമൂഴി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ വഴി പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ദിണ്ടുക്കൽ, തേനി, കമ്പം, കുമളി വഴി
നേരെ മുണ്ടക്കയം ചെന്ന് എരുമേലിയിലേക്ക് പോകാം. അതുകൊണ്ടാണ് ഈ വഴി പോകുന്നത്. പിന്നെ ചെന്നൈ വഴി പോകുമ്പം പൊന്നൂൻ്റെ അടുത്ത് വന്ന് കയറുകയും ചെയ്യാം. അതെ, മൊത്തപ്പോഴേ കേരളം തൊട്ട് കാശ്മീർ വരെയും കേരളം തൊട്ട് നോർത്ത് ഈസ്റ്റ് വരെയുള്ള വഴിയൊക്കെ പഠിച്ചില്ല നമ്മൾ പോയിടത്തൊക്കെ. സ്ഥലമൊക്കെ ഒരുമാതിരി എല്ലാം പഠിച്ചു. പിന്നെ എല്ലായിടത്തും ഒന്നും പേരറിയത്തില്ലേലും അടുത്തോട്ട് ചെല്ലുമ്പം അറിയാം. ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അറിയാം. താറാവ്, ഞാൻ കോഴിയായിരിക്കും, ഫുള്ള് താറാവാ. നിക്കാൻ പോലെ സ്ഥലമില്ലായിരുന്നു. അതങ്ങനെ കോഴിയെ കൊണ്ടുപോന്നേ. ആ കൽക്കട്ട പാസ്സാകുന്ന വഴിയൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ കറക്റ്റായിട്ട് പറഞ്ഞ്. മൊത്തം ഒരു പ്രാവശ്യം പോയ വഴി ഏകദേശം മുത്തിന് മനസ്സിലാവും. തിരിയുന്നിടം മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കും. അപ്പം ബാക്കിയുള്ള നേരെയാണല്ലോ, പിന്നെ നോക്കാനൊന്നും ഇല്ലല്ലോ. തിരിയുന്ന പോയിന്റ് വരുന്നത് മാത്രം നോക്കിയേക്കാം, എളുപ്പമല്ല. പിന്നെ പോകുന്ന വഴി ശ്രദ്ധിച്ചിരിച്ചാലേ ഇരുന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഓടിക്കുകയും ചെയ്യണം. ഓടിക്കാൻ കൂടെ നല്ലപോലെ. ഞാൻ ഓടിക്കുന്ന വഴി എനിക്ക് കറക്റ്റ് അറിയാം. ചെന്നൈ, തൃച്ചി, മധുരൈ, കന്യാകുമാരി. നമുക്ക് തൃച്ചി വഴിയാ പോണ്ടേ. തൃച്ചിയാണോ? തിരുച്ചിറപ്പള്ളി. തിരുച്ചിറപ്പള്ളി. ഇന്നലെ ഒറ്റ ദിവസം ഒരു എനിക്ക് തോന്നുന്നു ഒരു 850-900 കിലോമീറ്റർ ഓടി. ഇന്നലെ ഓടി. കാരണം ഇല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ നമ്മള് 2 ദിവസത്തിലാണ്. അതെ അതെ, അത്യാവശ്യം വിട്ടുപോകും. നല്ല പോലെ പോകുന്നു. ആരാ പകൽ ഓടിച്ചത്? അതെ, ഇനി കുറച്ച് കഴിയുമ്പോ ഇപ്പൊ തമിഴ്നാട്ടിലോട്ട് കയറുകയും ചെയ്യാം. അതെന്തോരം ഇല്ല. ഇന്നലെ രാവിലെ തുടങ്ങുമ്പം ചെന്നൈക്ക് ഏതാണ്ട് 1100 സംതിങ് ആയിരുന്നു. അല്ല 900 അല്ല, 1000 കിലോമീറ്റർ ഓടി. ഞാൻ നമ്മളന്നേരം കുക്ക് ചെയ്തില്ല, പടപടാന്ന് പോരുമായിരുന്നു. ആ കടയിൽ കയറി ബിരിയാണി കഴിക്കാൻ മഴ പെയ്തിച്ചിട്ട് സമയം. അന്നേരം കുറച്ച് സമയം പോയതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്പീഡിലേക്ക് പോകുന്നത്? നമ്മുടെ മുത്തിന് ക്ലാസ് തുടങ്ങാറായി. 2 ദിവസത്തിൽ തുടങ്ങി ചെറിയ രീതിക്ക്. പിന്നെ എന്നാലും 2 ദിവസത്തില് മൊത്തത്തില് ഇൻഡക്ഷൻ പ്രോഗ്രാം ചെറിയ പരിപാടികളായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ മെയിൻ പ്രോഗ്രാം തുടങ്ങും. 3-4 ദിവസമല്ല, ഒരാഴ്ച എന്നാ അരുണാചലിൽ നിന്നേ. അതെ, അരുണാചൽ മൊത്തം കണ്ടിട്ട് പോകുന്നേ. അതെ, എന്നാലും നമ്മൾ ചെന്ന സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതെ, ഇനിയിപ്പം വേറെ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ബാക്കി സ്ഥലങ്ങളൂടെ എക്സ്പ്ലോർ ചെയ്യാം. എന്തേലും സ്ഥലങ്ങൾ ഇനി അതുപോലെ പോകാൻ കിടക്കുന്നു. മുത്തിന് ക്ലാസ് തുടങ്ങാറായോണ്ടേ ഞാനും മൊത്തം കൂടെ ചെന്നൈ ചെന്നിട്ട് ട്രെയിൻ കയറി വീട്ടിലേക്ക് പോകും. അപ്പൊ പിന്നെ ഈ വണ്ടി ആരും കൊണ്ടുപോകും അവിടുന്ന് ചെന്നൈന്ന്? അന്തേരി പോയി ലോഡ് ഇറക്കിയിട്ട് നമ്മുടെ മെയിൻ. അന്തേരി പോയി ഒറ്റയ്ക്ക് ലോഡ് കയറ്റി വന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെ, തമിഴ്നാട്ടിൽ നിന്ന് ഇത്രേ ചിലവുള്ളൂ. അപ്പം വ്ളോഗ് ഇവിടെ കൊണ്ട് തീർക്കാണോ ചെന്നൈന്ന്? അല്ല, അതൊക്കെ ലോഡ് ഇറക്കി വീട്ടിൽ വരുന്നവരെ കാണണം കേട്ടോ. ഉത്തരവാദിത്തമാണ്. ഞാനെന്താ ഞങ്ങള് പോവുകയാണ് അല്ലേ? ഭർത്താവിനെ ഉപേക്ഷിച്ച് അമ്മയും മോളും കൂടെ പോവാ. അച്ഛനെ എന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്റെ കുറച്ച് തുണിയൊക്കെ തയ്ക്കാനുണ്ട്, അതൊക്കെ അമ്മ തയ്ക്കാം. അങ്ങനെ ഒന്നും അമ്മ പോവല്ല, എന്നെ കൊണ്ടേ പോവുള്ളൂ. എനിക്കറിയാം. സ്ഥിരമായിട്ട് ഞാൻ പോവാണെങ്കിൽ അച്ഛൻ കൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ തന്നെ വന്നേക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീഡിയോ എടുക്കാൻ വണ്ടി ഓടിക്കാൻ കൂടെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആരെയും ഒരാളെ ഇറക്കുമതി ചെയ്താലും. ഇങ്ങോട്ട് നോക്കി, എന്നെ പച്ചപ്പല്ലേ? അതെ അതെ, ആന്ധ്ര നല്ല ഭംഗിയുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ചൂടുള്ള സമയത്ത് വരണം. ചൂടത്തൊന്ന് വന്നു ഞാൻ, അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. ചൂടത്ത് വന്നപ്പോ ഭയങ്കര പാടായിരുന്നു. ഇവിടെ 385 രൂപയുള്ളൂ കേട്ടോ. ഇവിടെ കിട്ടുള്ളൂ, കുറവാണല്ലോ. കിട്ടിയതൊന്നും പോരേന്ന്. അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സാധാരണ 700, 800, 900 ഒക്കെയാ. പെട്ടെ നമ്മളിപ്പോ അമ്മയുടെ ഫേവറേറ്റ് മോളുടെ നാട്ടിലോട്ടാ പോന്നെ, പൊന്നുവക്കയുടെ നാട്ടിലോട്ട്. നോക്കിയേ, പോത്ത് നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് കയറി പോന്നുണ്ടോ? കൊറേ പേര് വെള്ളത്തിൽ കിടപ്പുണ്ട്. കൊറേ പേരുണ്ട് അവിടെ. മുത്തേ നോക്കിയേ, അതേ ഉണ്ടോ പാടത്ത് എന്ത് താറാവാ നിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കൊയ്ത്തിന്റെ സമയമാണ്ടോ? കൊയ്ത്ത് കഴിഞ്ഞു. മുമ്പത്തെ പോലെ ഇഷ്ടം പോലെ താറാവ് ഇവിടെ നിക്കുന്നത്. താറാവിനെ വളർത്തുന്നവരാ താമസിക്കുന്ന ടെന്റ് അടിച്ചേക്കുന്നത്. നമ്മൾ ഇത്തിരി മുമ്പ് ലോറി കൊണ്ടുവന്നതിനെ കണ്ടാക്കി ഇങ്ങനെ. അതന്നെയാ. നെൽമണി ആയിരിക്കുമല്ലേ നിങ്ങൾ കൊത്തി തിന്നുന്നത്? അതിന് തീറ്റ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഇവിടെ ഇറക്കി വിട്ടേക്കുന്നത്. അതെ, അവിടെ നെല്ല് കൊയ്യുന്നുണ്ട്, കൊയ്ത്തന്ത്രം വെച്ച്. നെല്ല് കൊയ്തുകൊണ്ടാ ഇവിടെ കൂട്ടിയേക്കുന്നു. ഇവിടുന്ന് വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകും. നമ്മൾ ഈ ട്രിപ്പേ അങ്ങോട്ട് പോയപ്പോ തൊട്ട് കാണുന്ന തന്നെ ഞാറ് നടുന്നത്. തിരിച്ചു വന്നപ്പോ കൊയ്യാറായി. ഇത്ര പിടിയുന്ന കൊയ്യാറായോ? ഇതേ നേരത്തെ നട്ടതാ. നെല്ല് ലോഡ് കയറ്റും അവിടെ. അത് ലൂസായിട്ട് തന്നെ കയറ്റാനൊന്നും, ചാക്കി നിറയ്ക്കാതെ.
അതെ പ്ലാറ്റ്ഫോമിലോട്ട് വലുതായിട്ടിട്ട് അതിലേക്ക് അങ്ങനെ കയറ്റാനാന്ന് തോന്നുന്നത്. അവിടെ നെല്ല് കയറ്റുന്നുണ്ട് വണ്ടി. അത് ചാക്കിനകത്ത് നിറച്ച. ലെഫ്റ്റിലേക്ക് പോയ ബാംഗ്ലൂർ, ശ്രീകാളഹസ്തി, തിരുപ്പതിയൊക്കെ. അപ്പം അതായത് നായിഡുപേട്ട ഇത്. തിരുപ്പതി വഴി നമ്മൾ വെല്ലൂരൊക്കെ പോകണേ പാലത്തേക്കൂടെ പോയി മുകളിൽ കൂടെ കയറി പോകണം. നമ്മളിപ്പോൾ നേരെ ചെന്നൈ വഴി ആയതുകൊണ്ട് നമുക്ക് നേരെ പോയാൽ മതി. ഓ ഞാൻ ഈ പാലം കണ്ടോണ്ട് പെട്ടെന്ന് ഓർത്തില്ല, പഴയ വഴിയുടെ കാര്യം മറന്നുപോയി. അത് ശരി. ഇത് ഏത് സ്ഥലമാണെന്ന് ഓർത്തല്ലേ? ആ ഹനുമാൻ സ്വാമിയുടെ 5 മുഖമുള്ള ഇതാണ്. അത് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാ പോയിക്കൊണ്ടിരുന്നത് തിരുപ്പതിക്ക്. ഓർക്കുന്നുണ്ടോ? ആ വഴിയേ ഓർക്കുന്നുള്ളൂ. ആ ഇപ്പം നമ്മൾ ചെന്നൈക്ക് ആയതുകൊണ്ട് നേരെ ചെന്നൈ NH16 വഴി 1 കിലോമീറ്റർ. റെസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് റെസ്റ്റ് വേണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസമേ പറഞ്ഞല്ലേ. നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നെല്ല് കയറ്റുന്നുണ്ട്. ഇതെല്ലാം ചാക്കിനകത്ത് നിറച്ച. പക്ഷെ ആ വണ്ടിയിൽ ചാക്കിനകത്ത് എല്ലാം കയറ്റാൻ തുടങ്ങും. ഇനി എന്നാൽ ചിലപ്പോൾ ചാക്ക് കൊണ്ടുവരുമായിരിക്കും കേട്ടോ. ഇതൊരു ധാബ. അതുണ്ടാവും. ഒത്തിരി വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട്. ട്രെയിലറുകളാണ് കൂടുതലും ഇവിടെ നിർത്തുന്നത്. പഞ്ചാബി ധാബ കേട്ടോ. ഇത് റെസ്റ്റ് ഏരിയ. ഇത് നമുക്ക് ആ സൈഡിലുള്ള അവിടെ നിന്ന് വരുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ പിന്നെ വണ്ടി കയറ്റി ഇടുന്നുണ്ട്. ഇതവിടെ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ടോ? ടോയ്ലറ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ ഒരാളൊക്കെ നിൽപ്പുണ്ട് ഹൈവേയുടെ. കോട്ടറയർ വീണ്ടും ഓടിക്കാൻ കയറി. എന്നാന്ന് വെച്ചാലേ ഇനിയിപ്പം കോളേജൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഉടനെ അങ്ങ് വരികയല്ലോ. അടുത്ത വർഷം ഇനി കിട്ടുള്ളൂ. അതെ. ഇടയ്ക്ക് ഇനി ഓണം ക്രിസ്മസ് ഒക്കെ ഉണ്ടേ. ഓണത്തിന് എന്തായാലും ഉണ്ടാവില്ലേ? അതിനാ തുടങ്ങിയല്ലേ ഉള്ളൂ. ഓണത്തിന് അവധി ആയിരിക്കുമല്ലേ? എന്ന് പറഞ്ഞ വണ്ടിയെ പോകാൻ പറ്റുമോ? അതില്ല. ഇനി 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ഉടനെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് അവധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ട്രിപ്പൊക്കെ എടുക്കാം. അൺലോഡിങ് ട്രിപ്പുകളായിരിക്കും. അൺലോഡിങ് ഏതാണേലും സാലറി ഇച്ചിരി കൂടുതലാ. കൂടുതലൊന്നുമല്ല. കഴിഞ്ഞ ട്രിപ്പിന്റെ നിങ്ങൾ തരാത്തതിന്റെ പലിശയാന്ന് കൂട്ടിയാൽ മതി. ഇപ്പോഴേ ഈ ട്രിപ്പ് നമ്മുടെ അരുണാചൽ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അരുണാചല് നല്ലായിരുന്നു. പിന്നെ അരുണാചലിലേക്ക് ഇതുപോലെ ചൂടും ആവിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മഴ പെയ്യുമ്പം നമ്മള് മഴക്കാലം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുന്ന തണുപ്പാന്നല്ലേ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ മഴക്കാലാണ് ചൂടുകാലം. ആവിയുള്ള സമയം ഭയങ്കര ചൂടായിരുന്നു. അരുണാചലിലും മേഘാലയയും ബംഗാളും ഒറീസയും എല്ലാം ചൂടായിരുന്നു. ബീഹാറിന്റെ കുറെ ഭാഗങ്ങളും ഒക്കെ ആവിയായിരുന്നു. ചൂടല്ല, ആവിയായിരുന്നു. ടെമ്പറേച്ചർ ഒന്നും വലിയ ഹൈ ഒന്നുമല്ല, പക്ഷെ ഭയങ്കര പുഴുങ്ങല്. പിന്നെ ഫുഡ് പിന്നെന്താ ഫുഡായിരുന്നു ഏറ്റവും കൊള്ളായിരുന്നു. വെറൈറ്റി വേറെ ട്രൈ ചെയ്യാൻ. പിന്നെ അവിടെ വീടുകള് ട്രൈബൽസിന്റെ വീടുകളൊക്കെ അല്ലേ. അതൊന്നും നമ്മളിങ്ങനെ നേരിട്ട് അങ്ങനെ അധികം കണ്ടില്ല. പിന്നെ ഈ കടത്ത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിലും നമ്മുടെ അവിടെ ആകുമ്പോ ഞാനത്തെ കടത്ത് കേറിയിട്ടില്ല. അത് നല്ലായിരുന്നു. പിന്നെ മൊത്തത്തിൽ നല്ല പരിപാടിയായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ വന്നത്. ഒന്ന് ബ്ലോക്കിൽ കിടന്നു പോയത് വഴി. പിന്നെ മെയിൻ പ്രശ്നം വാഷ്റൂം. അത് ഞാനിപ്പോ നിങ്ങളോട് വരാൻ പറഞ്ഞ കാലം തൊട്ട് ഞങ്ങളൊക്കെ പണ്ടിപ്പം 7 വീട്ടിലും പഠിക്കുമ്പോഴൊക്കെ നമ്മള് ഇടയ്ക്ക് മറ്റേ ബോംബെക്കൊക്കെ പോവായിരുന്നല്ലോ ലോറിയില്. അപ്പോഴും വാഷ്റൂമിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും പ്രശ്നം. അത് തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോ ഞാൻ കോളേജ് കഴിഞ്ഞു, എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ അത് തുടർന്ന് പോകുന്നു. ഇനി കുറച്ചുകൂടെ മോശമായി വന്നാലേ ഉള്ളൂ. ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് വലിയ വകയില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ എല്ലാരും കംപ്ലൈന്റ് എഴുതുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതിലും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മള് എഴുതിയതാ കൊടുത്തതാണ്. അതിനൊന്നും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം ഒന്നും കിട്ടിയില്ല. പിന്നെ ഏറ്റവും പറയേണ്ടത് കുറെ എക്സ്പീരിയൻസ് കിട്ടി. വണ്ടി അന്ന് താന്നത്, അന്ന് പോയി വണ്ടി താന്നത്, പിന്നെ വണ്ടി തട്ടിയത്, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങള് നമുക്ക് എക്സ്പീരിയൻസ് ആയി. ബ്ലോക്കിൽ കിടന്നത് സാധാരണ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പോയി ബ്ലോക്കിൽ ഞാൻ എവിടെ കിടന്നിട്ടില്ല. അപ്പൊ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ വണ്ടി താന്നു കഴിഞ്ഞാൽ നമ്മള് കൂടുതലും വീട്ടിലേക്ക് ആകുമ്പോ കാറാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ വണ്ടി പോയി ഇപ്പൊ ലോറി പോയി താന്ന് നിങ്ങൾ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തന്നോട് ഓടിച്ചോളാം ഞാൻ പറഞ്ഞത്.
അന്നേരം അത് അല്ല ഇച്ചിരി ചെളിയുള്ളിടത്തൂടെ ഒക്കെ ഓടിക്കുമ്പോഴേ നമ്മൾ ഈ മെയിൻ റോഡിൽ കൂടെ മാത്രമല്ലേ ലോറി ഓടിക്കുന്നത്. അപ്പൊ മോശം വഴിക്ക് ഓടിക്കുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസാ. അതെ, പക്ഷെ ഞാനിങ്ങനെ എനിക്കിത് താഴുന്നുള്ളൊരു ഞാൻ ആദ്യം വിചാരിച്ചു ഈ സൈഡ് താഴുമെന്ന്, പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞപ്പോ ഈ സൈഡാ താഴുന്നത്. അപ്പൊ മനസ്സിലായി. പിന്നെ അങ്ങനെ കുറെ കാര്യം പഠിച്ചു. പിന്നെ അതുപോലെ കുറെ ആൾക്കാര് ജീവിക്കുന്ന രീതി, അവരുടെ ജീവിത രീതികൾ മനസ്സിലായി. പിന്നെ ഒരുപാട് ഹമ്പുകൾ കയറി ഇറങ്ങി. അതെ, ഒരുപാട് ഹമ്പുകൾ കയറി ഇറങ്ങാൻ പറ്റി. വിവിധതരം ഇന്ത്യയിലെ ഒരുമാതിരി ടൈപ്പുള്ള റോഡുകളല്ലേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതെ, അതുകൊണ്ടോ താഴെ ഒരു നദി, സുന്ദരമായ ഒരു നദിയാണ്. അതിന്റെ തീരത്ത് മൊത്തം പ്ലാസ്റ്റിക്കും വേസ്റ്റ് മാലിന്യങ്ങളും കൊണ്ടാ കൂട്ടിയേക്കുന്ന കണ്ടോ. ഇത് എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെ നദിയുടെ തീരത്താ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടിടുന്നത്. ഇത് പിന്നെ ഈ വേസ്റ്റ് അരച്ചതാ കേട്ടോ, സംസ്കരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലും അതിന്റെ എന്നാണേലും നദിയിലോട്ടാ ചെല്ലുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്കും തിരുപ്പതിയും ശ്രീകാളഹസ്തിയും ഒക്കെ പോവാം. ഇവിടെ എല്ലാം കൊയ്ത്തിന്റെ സമയം. അതെ, ഇവിടെ നെല്ല് ലോഡ് ചെയ്യുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ തന്നെയല്ലേ അങ്ങോട്ട് പോയെ? ഇതിലേ പോയെ. പക്ഷെ ആ സമയത്ത് മൊത്തം നെല്ല് നടുവായിരുന്നു. അല്ല, ഇവിടെ അല്ല, വേറെ സ്ഥലങ്ങളിലാണ് കണ്ടത്. ചെന്നൈ 79 കിലോമീറ്റർ, സുല്ലൂർപേട്ട്. ഇവിടെ അല്ല, നമ്മളെ രാത്രിയിലാ പാസ് ചെയ്ത് പോയത്. കണ്ടൊരു മെമ്മറി ഇല്ല. ആപ്പയിൽ കണ്ടോ എത്ര പേരാ പോകുന്നതെന്ന്? ചെന്നൈക്ക് പോകുന്ന ട്രെയിൻ ആയിരിക്കും അല്ലേ? ആയിരിക്കും. അതെ, കയറി പോന്നോ? ഇല്ല, ചെന്നൈന്ന് എങ്ങനെ നിങ്ങളുടെ പ്ലാൻ? ഞങ്ങളേതായാലും ട്രെയിൻ അല്ലേ? ഞങ്ങള് ട്രെയിനോ ബസ്സിനോ, ട്രെയിനിലാണെ കിടന്ന് ഉറങ്ങി പോവായിരുന്നു സുഖമായിട്ട്. ബസ്സിന് പോകുന്നതിലും ട്രെയിന് പോകുന്നതായിരിക്കും നല്ലത്. സുഖമായിട്ട് കിടന്നുറങ്ങാം. വൈകിട്ട് കയറി ഇവിടുന്ന് കയറി കിടന്നുറങ്ങിയാൽ രാവിലെ കോട്ടയത്തില്ലും ടിക്കറ്റ് കിട്ടിയാൽ. അതെ, കിട്ടിയാൽ. അവിടെ നിർത്തിക്കോ. പണി ഇഷ്ടപ്പെട്ടു. അവിടെ നിർത്താം. അവിടെ മുന്നേ നിർത്തിക്കോ. ഡ്യൂട്ടി ചേഞ്ച്. അപ്പൊ ഇനി ചെന്നൈ ചെന്നിട്ടേ വണ്ടി നിർത്തുള്ളൂ കേട്ടോ. ഉറങ്ങിക്കോ. വേഗം ചാച്ചിക്കോ. അല്ല, ഇവിടെ ട്രക്കിലേ ഉണ്ട്, വാഷ്റൂമും ഉണ്ട് കേട്ടോ. ഇവിടെ വാഷ്റൂം ഉണ്ട്. ആന്ധ്രയിൽ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ആളുണ്ട്, ആളുമുണ്ട് വാഷ്റൂം ക്ലീൻ ചെയ്യാനൊക്കെ. തെലങ്കാനയിലും ഉണ്ട്. തമിഴ്നാട്ടിലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല, നല്ല. ഹമാരാ ഗാഡി 10 ലക്ഷം കിലോമീറ്റർ ആവാറാവുന്നു. അപ്പൊ 10 ലക്ഷം ആയിട്ട് ട്രിപ്പ് അവസാനിപ്പിക്കണമെന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഒരു ട്രിപ്പ് നമ്മൾ എങ്ങോട്ടെങ്കിലും പോയാൽ മതി. അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇച്ചിരി കറങ്ങി വന്നാൽ മതിയായിരുന്നു. നേരെ നാട്ടിലേക്ക് വരണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചെല്ലണ്ടേ, പഠിക്കട്ടെ. ഒരു 2300 കിലോമീറ്ററും കൂടെ ഓടിയാൽ 10 ലക്ഷം കിലോമീറ്റർ ആകും നമ്മുടെ വണ്ടി. 10 ലക്ഷം കിലോമീറ്റർ 10 വർഷത്തിൽ 10 ലക്ഷം കിലോമീറ്റർ. അതെ, അതായത് 2300 ഞാൻ പറഞ്ഞ് ഇപ്പം ഈ ട്രിപ്പ് നാട്ടിൽ ചെല്ലുകയല്ലേ, ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 2300 കിലോമീറ്റർ കൂടെ ഓടിയാൽ 10 ലക്ഷം കിലോമീറ്റർ തികയും. 10 ലക്ഷം ഒന്ന് ആഘോഷിച്ചേക്കാം അല്ലേ? ആഘോഷിക്കാം. ഈ ട്രിപ്പിൽ ഇഷ്ടം പോലെ വഴി സൈഡില് ഈ മാനസിക നില തെറ്റിയ ആൾക്കാരെ കുറെ പേരെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലരിങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാണ്ട് നടന്നു പോകുന്നവരെ കണ്ടു. അതുപോലെ തന്നെ ചിലര് എണ്ണയിലൊക്കെ കിട്ടിയത് സൈഡിലിരുന്ന് കഴിക്കുന്നത്, പിന്നെ ഇങ്ങനെ അവരൊരു ഭയങ്കര ഇതായിട്ട് ബിഹേവ് ചെയ്ത് അങ്ങനെ കുറെ പേരെ കണ്ടു. മിക്ക ദിവസം കാണും. അതൊക്കെ നമ്മൾ എപ്പോഴും ഹൈവേകളിൽ കാണുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ നടക്കും. ആരും ഇല്ലാത്തവരല്ലേ? ആരും ഇല്ലാത്തവരെന്ന് എല്ലാരെയും പറയാൻ പറ്റുകയില്ല. ആൾക്കാരൊക്കെ ഉള്ളവരും നോക്കാൻ വയ്യാതെയൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാർ ഒരുപാട് പേര്. എന്റെ വെക്കേഷൻ ഫുള്ള് യാത്രയായിരുന്നു. ഒരു ലഡാക്ക് ഹിമാചലത്തിലായിട്ട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോ നോർത്ത് ഈസ്റ്റിലോട്ട് അരുണാചൽ ആസാം ഒരു ട്രിപ്പ് കഴിഞ്ഞു. അങ്ങനെ 2-3 മാസത്തെ വെക്കേഷൻ തീർന്നു. അപ്പൊ നമ്മളെ ആന്ധ്ര ഓടി തീർന്നു. പോലീസ് ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇത് ആന്ധ്രാപ്രദേശിന്റെ. ആന്ധ്ര ഓടി തീർന്ന് നമ്മളിനി തമിഴ്നാട്ടിലേക്ക് കയറും. ഇവിടെ പിന്നെ ബോർഡർ ആർട്ട് ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ല. ആന്ധ്രയുടെ ചെക്ക് പോസ്റ്റ് എല്ലാം എടുത്തു കളഞ്ഞാൽ അപ്പോൾ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ മെയിൻ ഡ്രൈവറെ കണ്ടപ്പോൾ ലൈസൻസ് ഉണ്ടോയെന്ന് പുള്ളിക്ക് ഒരു ചെറിയൊരു സംശയം. അതുകൊണ്ട് പോലീസൊക്കെ ഉണ്ടോ, അല്ല പോലീസ് ലൈസൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ലൈസൻസ് ഇരിക്കാ? കേരളവാ അല്ല തമിഴ്നാടാ തെലുങ്കാ? അങ്ങനെ ചോദിച്ചേ. ഈ 3 മാസത്തെ വെക്കേഷൻ അതിൽ 70 ദിവസം കൊണ്ട് 22 സ്റ്റേറ്റിലും പോയി 3 യൂണിറ്റ്. അപ്പൊ ഞാൻ അത്യാവശ്യം എന്റെ വെക്കേഷൻ മൊത്തത്തിലൊന്ന് കറങ്ങിത്തരും. അതെ, ഇന്ത്യയുടെ ഒരു 80% സ്ഥലങ്ങള് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോയി ഇങ്ങനെ വന്ന്, പിന്നെ ഈ സൈഡിൽ കൂടെ പോയി ഇങ്ങനെ വന്നു. 2 സൈഡിൽ.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കേരളത്തിൽ ഒരു 4-5 ദിവസം മറ്റേ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറ വഴി പോയി, വട്ടവട, മൂന്നാറ് അങ്ങനെ ഒന്ന് ഇറങ്ങി. അപ്പം നമ്മളെ തമിഴ്നാട്ടിൽ കയറി. ഗുമ്മടിപ്പുണ്ട് അത് സ്ഥലം. തമിഴ്നാടിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ട് 1 കിലോമീറ്റർ. മോഡേൺ ഇൻറ്റിഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ്. ട്രിവാൻഡ്രം 805, തിരുവനന്തപുരം 805 കിലോമീറ്റർ, ചെന്നൈ 55 കിലോമീറ്റർ, ഇന്നോർ പോർട്ട് 52 കിലോമീറ്റർ, പോണ്ടിച്ചേരി 207 കിലോമീറ്റർ, കാരക്കൽ 340 കിലോമീറ്റർ. നമ്മളെ ഈ ട്രിപ്പ് ലോഡ് കയറ്റിയിട്ട് ഇവിടെ വരുന്നിടം വരെ ബോർഡർ ചെക്ക് പോസ്റ്റുകളില്ലായിരുന്നു. ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടായിരുന്നു, അതെല്ലാം നിർത്തി. പിന്നെ ബംഗാളിൽ കാര്യം ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്, അവിടെ വേറെ ചടങ്ങുകളൊന്നുമില്ല. വെയിറ്റ് നോക്കി അങ്ങ് പോന്നാൽ മതി, ഓവർലോഡൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, പൈസ ഒന്നും കൊടുക്കണ്ട. ഇപ്പം ഇവിടെ തമിഴ്നാട്ടിലാണ് പിന്നെ ബോർഡർ RTO ചെക്ക് പോസ്റ്റ് ഉള്ളത്. അതെ ചെക്ക് പോസ്റ്റിന് ഇവിടെ എന്നാ പാർക്കിംഗ് സൗകര്യമാണെന്ന് വെച്ചാൽ നോക്കിയേ, ഭയങ്കര ഗ്രൗണ്ടാണ്, വലിയ ഗ്രൗണ്ടാണ്. ശരിക്കും ഈ പിന്നെ ബോർഡർ RTO ചെക്ക് പോസ്റ്റുകളിലും ഡ്രൈവർമാർക്ക് കുളിക്കാനുള്ള സൗകര്യവും വാഷ്റൂമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും യൂസ് ചെയ്യുന്നൊന്നുമില്ല. അതെ, ഇവിടെ വന്ന ജോഡി രക്ഷപ്പെടാനാ വണ്ടിക്കാർ ശ്രമിക്കുന്നത്, അന്നേരം വിട്ടുപോകും. തൂത്തുക്കുടി 645 കിലോമീറ്റർ. അപ്പം ഇനി നമ്മൾ നേരെ ചെന്ന് പൊന്നൂനെ കാണണം. അത് കഴിഞ്ഞ് ഇവരെ രണ്ടുപേരെയും പാക്ക് ചെയ്യണം. പക്ഷേ ടിക്കറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റാണ്. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് തന്നെ വരും. ഇതിനെ കൊണ്ടുപോകത്തില്ല. പിന്നെ ഞാൻ വേറെ ആൾക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കൂടെ. ഞങ്ങൾ എങ്ങനെയാലും പോകും. നിങ്ങൾ പോയത് കൊണ്ട് നിങ്ങൾ പോവാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ വേറെ 2 പേരെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ഒരാളെ അല്ല, 2 പേരെ വിളിച്ചിട്ടുണ്ട്. ഒരു മെയിൻ ഡ്രൈവറെ, ഒരു കോ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് എങ്ങനെയെങ്കിലും ഞങ്ങൾ പോകും. നാളെ പോകും. അവരിപ്പോ ഓൾറെഡി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് കോട്ടയം വരെ പോയാൽ പോരെ? അത് മതി. മെയിൻ ഡ്രൈവർ ഇവിടെ എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഓടിച്ച് സഹായിക്കാം. ഗാഡി സൈഡ് മേ കടാ കരോ. ടോൾ ഗേറ്റ്, ചുങ്കച്ചാവടി, ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. ലോറികൾ ലോഡും കൊണ്ട് വന്ന് ഇറക്കുന്നതും ഇറക്കേച്ച് ലോഡിന് ഇറക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വണ്ടികളാണ്. പിന്നെ ചെന്നൈയിലേക്ക് അടുത്തതിൻ്റെ ഒരു തിരക്കും ഉണ്ട്. ഓടിക്കാതെ ഇവിടെ ചുമ്മാ ഇരുന്നിട്ടേ വന്നിരുന്ന് വീഡിയോ എടുത്തോ കേട്ടോ. ഇപ്പം അധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അതിനാ എവിടെ സ്ഥലം എത്താറായി? ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലം എടുക്കാറായി. അതിനാ അപ്പോൾ ഇവിടെ നമുക്ക് ചെന്നൈ ഔട്ടർ റിംഗ് റോഡ് വഴി കയറി വേണം പോവാൻ. നമുക്ക് ഇതുവഴി ചെന്നിട്ട് ഇങ്ങനെ കറങ്ങി ഔട്ടർ റിംഗ് റോഡിലോട്ട് കയറണം. അപ്പോൾ നമ്മൾ ഔട്ടർ റിംഗ് റോഡിൽ കയറി. ഈ താഴെക്കൂടെ നമ്മൾ വന്നത്, താഴെക്കൂടെ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തു നിന്നല്ല, ബാക്ക് സൈഡിൽ നിന്ന്. ഞാൻ അക്കയുടെ ഊരിക്ക് വന്നിട്ടേ ഇருக்கு. അക്ക സാപ്പിട്ടാ? ഞങ്ങള് സാപ്പിട്ടില്ല. சாப்பாடு இருக்காங்க? അതെ, വല്ല സാപ്പാടും ഉണ്ടോ? എന്താ അക്ക ഇപ്പിടിയൊക്കെ ചൊല്ലിയേ? അല്ല ചൊല്ലിരുന്നേ അതെന്നാ അക്ക? ഞങ്ങള് 3 പേര് അക്കയെ പാക്കുന്നതുക്കാக അക്കയുടെ ഊருக்கு വന്നിട്ടേ ഇருக்கு. എന്താ ഒരു ഹാഫ് ആൻ അവറിൽ വന്നിരും? അതെ, ഹാഫ് ആൻ അവറിൽ ഞങ്ങൾ അങ്ങേ വരും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അക്ക വന്ന് വഴിയില് നിക്ക്, അപ്പൊ ഞങ്ങൾ അങ്ങേ വരും. അപ്പൊ അക്ക ആയിസല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ കൽക്കട്ട തൊട്ട് NH16 കൂടെ വന്നുകൊണ്ടിരുന്നത്, അതായത് ചെന്നൈ കൊൽക്കത്ത ഹൈവേയിൽ കൂടെ. അതിൽ നിന്ന് ഇപ്പോൾ 16 നിന്ന് നമ്മൾ ഇറങ്ങി ചെന്നൈ ഔട്ടർ റിംഗ് റോഡിലൂടെ ഇപ്പോൾ പോകുന്നത്. നമ്മളെ ഉറങ്ങാൻ കിടന്ന വെച്ചത് ഏറ്റവും ഇവിടെ ഇരിപ്പുണ്ട് സൈഡിൽ. ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് വൈകുന്നേരം ട്രെയിന് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ട്രെയിനെ കയറി കിടന്ന് ഉറങ്ങാം സുഖമായിട്ട്. മതി, നാളെ രാവിലെ അല്ലേ ചെല്ലുള്ളൂ. ഉറക്കം ശരിയാകാഞ്ഞിട്ടേ. പക്ഷെ ഇന്നലെ നല്ലപോലെ ഉറങ്ങി, മഴയത്ത് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിയില്ലേ? ഞാൻ വിളിച്ചപ്പോ ഞാൻ രാവിലെ എന്നോട് ചോദിക്കുകയാണേ, എന്നാ പിന്നെ ഇവിടെ കിടന്നുറങ്ങിയിട്ട് നമുക്ക് രാവിലെ പോയാൽ പോരെ? കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ചെന്നൈക്കുന്ന്. 270 കിലോമീറ്റർ അത്ര ഉള്ളു. നമുക്ക് രാവിലെ പോവാം. നല്ല സ്ഥലവും നല്ല ക്ലൈമറ്റ്. എനിക്ക് നമ്മളിങ്ങനെ രാത്രി ഓടിച്ചു പോകുമ്പോഴേ ഇപ്പം ഓരോ ടോൾ ബൂത്ത് എത്തുമ്പോഴും
അങ്ങനെ ഓരോ പമ്പിന്റെ ഏരിയയിലൊക്കെ എത്തുമ്പോ കൊറേ വണ്ടികൾ ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ്. ആ ധാബയിലും ഒക്കെ. അപ്പൊ എനിക്ക് ഇങ്ങനെ ആ കൂടെ ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. ഉറങ്ങാൻ ഒരു കൊതി തോന്നും. അതെ, എല്ലാരും കിടന്ന് ഉറങ്ങുമല്ലേ, നമുക്കും കിടന്ന് ഉറങ്ങാൻ തോന്നും. അല്ല, പണ്ട് ഞങ്ങൾ പോകുമ്പോഴും ഇങ്ങനെ ഉറക്കളച്ച് നമ്മൾ നിർത്തി കിടക്കാതെ ഓടിക്കൊണ്ടിരുന്നത്. അന്നേരം ഇങ്ങനെ രാത്രിയിൽ ഓടിച്ച് പോകുമ്പോൾ ഇങ്ങനെ വണ്ടിക്കാർ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കൊരു കൊതി തോന്നും, ഓ കിടന്നുറങ്ങായിരുന്നു. അപ്പം പിന്നെ ഉറങ്ങും. കിടന്നുറങ്ങിയാൽ പിന്നെ അത്രയും ദൂരം ഓടിയെത്തുകയല്ലോ വണ്ടി, അതുകൊണ്ട് പിന്നെ അങ്ങ് പോകും. അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഇങ്ങോട്ട് നമ്മൾ നല്ല സ്പീഡിൽ വന്നു. അവിടെ ഒരു 10, 13, 14 മണിക്കൂർ ബ്ലോക്ക് കിട്ടിയില്ലേ. എന്നിട്ട് നമ്മളിപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ചെന്നൈ വന്നില്ലേ. ഇങ്ങോട്ട് നമ്മളെ അവിടുന്ന് മേഘാലയിൽ നിന്ന് 5 ദിവസം കൊണ്ട് ചെന്നൈയിലെത്തി. ഇതിനു മുമ്പേ വന്നേനെന്നും പറഞ്ഞാലേ അവിടെ ബ്ലോക്ക് കൂടെ കിട്ടിയില്ലായിരുന്നു. ബ്ലോക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇച്ചിരി നേരത്തെ വന്നേനെ. അത് മൊത്തം താമരക്കുളാ. അത് ഇതല്ലേ, പായലല്ലേ കയറി കിടക്കുന്നത്. പോളയാണ്. പോളയൊന്നും അല്ല, അത് വലിയ ഇലയാ. അതുണ്ടല്ലോ, അത് ഫുള്ള് താമരയാ. ഓ താമരയല്ലേ? അത് മൊത്തം താമരയാ. ഇല കണ്ടാ അറിയാം. ഞങ്ങള് വീട്ടിൽ ചെന്നിട്ടേ കുറെ പരിപാടിയുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞങ്ങള് നേരത്തെ പോകുന്നത്. മുത്തൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ എനിക്ക് തയ്ക്കാനുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഒരു പാക്കിങ്ങും ഞങ്ങൾ നടത്തിയിട്ടില്ല. അപ്പം എല്ലാം മേടിച്ച് പായ്ക്കൊക്കെ ചെയ്യുമ്പോഴത്തേനും അങ്ങ് റെഡി ആയിട്ട് വന്നേക്കണം. കൊണ്ടുവിടാൻ പോകണ്ടേ മുത്തിനെ നമുക്ക്? പോണം. ഓർഡർ കിട്ടും. വണ്ടി നാളെ കഴിഞ്ഞ് ഓർഡർ വെക്കാമല്ലോ. ഇങ്ങോട്ട് വന്നപ്പോഴേ ആന്ധ്ര ഏകദേശം ഒരു 1050 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. നമ്മളൊരു 28-30 മണിക്കൂർ കൊണ്ട് ഓടിപ്പോന്നു. മൊത്തത്തിൽ അത്രയും സമയം എടുത്തുള്ളൂ. അതിനിടയ്ക്ക് ആ മഴ പെയ്തിട്ട് വിജയവാഡ ഒരു മണിക്കൂർ മിച്ചം ബ്ലോക്കായി. പിന്നെ നമ്മൾ ഏത് അതെ ശരിയാ, അവിടെ 1.5 മണിക്കൂർ. വിജയവാഡ 1 മണിക്കൂർ കിടന്നു. പിന്നെ ആ വഴിയിൽ ആക്സിഡൻ്റ് ആയിട്ട് 1.5 മണിക്കൂർ അവിടെ പോയി. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സമയം പോയി. അപ്പോൾ എന്നാലും പിന്നെ കുളിക്കാനൊക്കെ ആയിട്ട് അവിടെ വയ്ക്കുകയും ചെയ്തു. പിന്നെ അപ്പോൾ എന്നാലും നമ്മൾ ഈ സമയം കൊണ്ട് ഓടിയെത്തി. അതാ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് ആന്ധ്ര പെട്ടെന്ന് ഓടിയെത്തി. എന്നാലും നിൽക്കാതെ നമ്മൾ പോന്നു. പിന്നെ മഴയായിരുന്നുകൊണ്ട് ടയറും ഒന്നും ചൂടായൊന്നുമില്ല. പിന്നെ ചൂടത്ത് ഓടുമ്പോൾ ഭയങ്കരമായിട്ട് ടയർ ചൂടാവും. പിന്നെ വണ്ടി കഴുകാൻ മാത്രം പറ്റിയില്ല നമുക്ക്. കഴുകിയിട്ടും കാര്യമില്ലായിരുന്നു. ഇതുപോലെ മഴ പെയ്യുന്നിടത്ത് കഴുകിയിട്ട് എന്ത് ചെയ്യാൻ. ഇപ്പം ഈ ഔട്ടർ റിംഗ് റോഡിൽ തന്നെ ഇപ്പം എനിക്കൊന്ന് 2ാമത്തെ 3ാമത്തെ ടോളാണ് തോന്നുന്നത്. ഇവിടെ 130 രൂപ. ഇത് ഏറ്റവും കുറവുള്ള ടോളാണ് കേട്ടോ. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അല്ല. അതെല്ലാം ട്രക്ക് പാർക്കിങ്ങാണ്. വാഷ്റൂമൊക്കെ ഉണ്ട്, കുറേ ഏരിയ ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു വണ്ടി, ബോഡിയൊക്കെ കണ്ടില്ലേ? അതിൻ്റെ വണ്ടി ഏത് കാറ്റിൻ്റെ. നമ്മൾ അവിടെ കണ്ട ആ ബോഡിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നില്ല. ഇത് വേറെ ഏതോ അതുപോലുള്ള എക്യുപ്മെൻ്റ്. അത് ഈ ഖനികളിലൊക്കെ ഓടുന്ന ടൈപ്പേ ഏതാ വണ്ടികളാണെന്ന് തോന്നുന്നു. അതുണ്ടോ ആ ബോഡി ഉണ്ടോ ആ ട്രെയിലറിലിരിക്കുന്നത്? 2-3 വണ്ടിയുണ്ട്. ബാംഗ്ലൂർ ഹൈവേ താഴേക്ക് അത് വണ്ടിയുടെ ബോഡിയാണ്. 2 വണ്ടിയുടെ ബോഡിയാണ്. ഇത് ഒരു ട്രക്ക് ലേബ് ചെയ്യാം. പക്ഷെ ബസ്സൊക്കെ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അധികം ഡ്രസ്സൊന്നും വേണ്ട, ഒരു പാൻറ്റും ഒരു ഷർട്ടും മതി. പിന്നെ എല്ലാം കൂടെ ഞങ്ങൾ എടുത്തോണ്ട് പോകണ്ടല്ലോ. അപ്പോൾ കുറച്ച് അതിനകത്ത് കഴുകിയ തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം കൂടി ഈ ബാഗിനകത്താക്കണം. ഈ ബാഗിന് തന്നെ വെയിറ്റാണ്. ഈ ചെന്നൈ ഔട്ടർ റിംഗ് റോഡ് പണിതേക്കുന്ന തമിഴ്നാട് റോഡ് ഡെവലപ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ്, TNRDC. പക്ഷേ ഇവിടെ 315 രൂപ കേട്ടോ. മുമ്പേ 130 രൂപയുള്ളായിരുന്നു. അല്ല, ആ 3 വണ്ടിയിലും ഒരേ ലോഡാണ്. 16 കിലോ 35 ടണ്ണ് വെച്ച. കണ്ടോ, ഇത് പുതിയ ബസ് സ്റ്റാൻഡ് പണിതിട്ടേക്കുന്നു. ഓപ്പൺ ആക്കിയിട്ടില്ല. ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്, നല്ലതുണ്ട്. പാർക്കിംഗ് ഒത്തിരി അങ്ങോട്ടുണ്ട്, കുറേ ഏരിയ. ഇവിടെ നല്ല മഴയായിരുന്നു തോന്നുന്നു. അവിടെ എല്ലാം വെള്ളം, ഇഷ്ടംപോലെ വെള്ളം കെട്ടി കിടപ്പുണ്ട്. ഇപ്പോഴേ നമ്മൾ വണ്ടല്ലൂരെത്തി. അപ്പം ഔട്ടർ റിംഗ് റോഡ് ഇവിടെ തീർന്നു. ഇതേ നമുക്ക് ഇനി പോകേണ്ട ഇതുണ്ടോ, തിരുച്ചി താമ്പരമൊക്കെ ഉണ്ടോ. നമുക്ക് തിരുച്ചി റോഡിലാണ് ഇനി പോകേണ്ടത്. പൊന്നൂൻ്റെ അടുത്ത് ചെന്നിട്ടേ അവിടുന്ന് ലോക്കൽ ട്രെയിൻ കയറി വേണം ചെന്നൈ സെൻട്രലിലേക്ക് പോകാൻ. അവിടെ നിന്നാണ് നമുക്ക് കോട്ടയത്തിനുള്ള ട്രെയിൻ കിട്ടുന്നത്. ചെന്നൈ ടൗണിലേക്ക് ലെഫ്റ്റ് പോവും, തിരുച്ചി റോഡിലേക്ക് നമ്മൾ റൈറ്റിലേക്ക് പോകും. അതുകൊണ്ട് ആ ഹൈവേ നേരെ ചെന്നൈ സിറ്റിയിലേക്ക് പോകുന്ന അരിഗ്നാർ അണ്ണാ സുവോളജിക്കൽ പാർക്ക്, വണ്ടലൂർ, ചെന്നൈ. സമയം 2 മണിയായി. അപ്പം നമ്മളവിടെ ചെന്ന് ശ്യാംചാരൻ്റെ അവിടെ കയറി കുളിച്ച് ഫ്രഷ് ആകുമ്പോഴത്തേക്കും
പൊന്നു വരും. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ഒരു പുതിയ ബസ് സ്റ്റാൻഡാണ്. അടിപൊളി ബസ് സ്റ്റാൻഡല്ലേ നോക്കി. എൻട്രൻസ് ഒക്കെ നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട്. ആ എന്ത് വണ്ടികളാണ് കിടക്കുന്നത് നോക്കി. അത് ഒരുപാട് വണ്ടികൾ കാണും. കലൈഗർ സെന്റിനറി ബസ് ടെർമിനൽ. ഈ വഴിയേ ചില സമയങ്ങളിൽ ഭയങ്കര തിരക്കാണ്. വൈകുന്നേരം നല്ല ബ്ലോക്കാണ്. വൈകുന്നേരം നല്ല തിരക്കായിരിക്കും. ഇപ്പൊ ഈ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് വലിയ തിരക്കില്ലാതെ അങ്ങ് പോവാം. നമ്മൾ അങ്ങോട്ട് പോയപ്പോ നല്ല ബ്ലോക്ക് കിട്ടിയ. ആ ഇവിടെ ഈ റോഡിൽ ഇത്രയും തിരക്കിന് ഒരു കാരണമേ ഇതുണ്ട്. ഇതുപോലെ ഒരുപാട് സിഗ്നലുകളുണ്ട്. ഒരു 500 മീറ്റർ പോലും ഇടവിട്ട് കുറേ സിഗ്നലുകളുണ്ട്. ഫ്ലൈഓവറുകളുണ്ടെങ്കിൽ നേരെ പോകേണ്ട വണ്ടികളിൽ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പോയേനെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്കും വരുന്നത്. പിന്നെ വിളുപ്പുറം 128, ഉഴുന്തൂർപ്പേട്ട് 163, തിരുച്ചിനാപ്പള്ളി 292, സേലം 303. അപ്പോൾ തിരുച്ചി ചെന്നിട്ടാണ് ഇനിയും പോകണ്ട ഞങ്ങൾക്ക്. നിങ്ങളില്ലല്ലോ. തിരുച്ചി, ദിണ്ടുക്കൽ, തേനി, കമ്പം, കുമളി, പീരുമേട്, കുട്ടിക്കാനം, മുണ്ടക്കയമ്പഴി, എരുമേലി. അതെ, പൊന്നൂൻ്റെ കോളേജാണിത്, SRM. അവിടെ എന്ത് പറ്റി? അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ശ്യാംചേട്ടൻ്റെ അവിടെ ചെന്ന് കുളിക്കുക. ഞങ്ങളൊരു അടുത്ത ട്രെയിനിൽ കയറി കോട്ടയത്തിന് പോകും, ഞാനും മൊത്തം കൂടെ. ഇനി പൊന്നുകുട്ടിയും കൂടെ വരേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ചേട്ടായി ലോഡൊക്കെ ഇറക്കി. ലോഡൊക്കെ ഇറക്കി ഇവിടെ ഇറക്കാനാണോ? അതിന് ഇവിടെ അല്ല, പരിവാരങ്ങളെയൊക്കെ കൂട്ടി ലോഡൊക്കെ ഇറക്കിയിട്ട് പതുക്കെ വരെ. അപ്പോൾ നമുക്കിനി ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.